ഹലോ എവരിവൺ, ഓണമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലേ? എങ്കിലും ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നവരാണ് പ്രവാസികളെല്ലാവരും. ഞങ്ങളുടെ വീട്ടിൽ തിരുവോണത്തിൻ്റെ അന്ന് ചെറുതായിട്ടൊന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഞാനത് എന്തായാലും ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല, ഞങ്ങളുടെ 3 പേരുടെ ഐഡിയക്ക് അനുസരിച്ച് ഞങ്ങൾ ഇട്ട്. കൂടുതൽ നിറ്റുവിൻ്റെ ഐഡിയക്കാണ് കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലെങ്കിൽ അവൾ ഇതെല്ലാം വാരിക്കളയും. പിന്നെ ഓൾറെഡി അവൾ പ്ലേ സ്കൂളിലും പിന്നെ എൻ്റെ കൂടെ വന്ന് നിക്കുവിൻ്റെ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് ഏകദേശം ഐഡിയ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ അത്തപ്പൂക്കൾ ഇടാനുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മളിവിടെ നിന്ന് അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ നേരത്തെ വാങ്ങി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിച്ചുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇതുപോലുള്ള ഫെസ്റ്റിവലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറും ട്രഡീഷൻസും ഒക്കെ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം പൂക്കളത്തിൻ്റെ ഫൈനൽ സ്റ്റേജായി. ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു പൂക്കളാണ്. അപ്പോൾ ലിനസ് സൈഡ് വശമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിച്ചുവിനെയും കൊണ്ട് ഒന്ന് ഔട്ട് സൈഡിലോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ റിക്കി ബേബി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടിൻ്റെ വെളിയിലേക്ക് ആളിറങ്ങി വരും. പിന്നെ ഞാൻ പനീർ കൂർക്കയുടെ ലീഫൊക്കെ കൊടുക്കാറുണ്ട്. മറ്റേ ആൾക്ക് തീരെ വയ്യ കേട്ടോ. അവർ തമ്മിൽ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്ക് വയ്യാണ്ടായിട്ട് കുറേ ദിവസമായി. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, ഔട്ട് സൈഡൊക്കെ നല്ല ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. എന്നാൽ ഈ ബാൽക്കണി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. വൈകിട്ടൊരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ കിട്ടും നമുക്ക്. ഈ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല റിലാക്സേഷനാണ്. പിന്നെ ഞാൻ അവിടെ കുറച്ച് പ്ലാന്റ്സൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ സമ്മർ ആയതുകൊണ്ട് ഇച്ചിരി വാട്ടമുണ്ട് എല്ലാത്തിനും. പിന്നെ പൊടിയൊക്കെ അടിക്കുന്നതുകൊണ്ട് ആ ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കും. എന്നാലും സമ്മറിനെ അവർ അതിജീവിച്ച് ഇത്രയൊക്കെ ആയിരുന്നു ഇപ്പം ഉണ്ട്. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. പൂക്കളങ്ങ് റെഡിയായി. അതിനുശേഷം ഞാൻ നിച്ചുവിനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി. പിന്നെ നമ്മുടെ മുല്ലപ്പൂ എടുത്ത് അവളുടെ തലയിൽ ചൂടി കൊടുക്കാൻ വേണ്ടി. ഇത് ഷോപ്പിൽ നിന്ന് അതേപടി പൊതിഞ്ഞ് തന്നതാണ് കേട്ടോ. അവരിങ്ങനെ ഒരു കെട്ടായിട്ടാണ് തരുന്നത്. ഇത് നല്ല ഫ്രഷ് ലുക്കാണ്. ഇത് ഫ്രിഡ്ജ് വെച്ചതാണ്, പക്ഷെ ഒട്ടും ഇത് പോയിട്ടില്ല. നല്ല ഫ്രഷ് ലുക്കിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ല സ്മെല്ലുമാണ്. ഞാൻ എപ്പോഴും റെഡിയാകുമ്പോൾ ആദ്യം നിച്ചുവിനെ റെഡിയാക്കും, അതിന് ശേഷമാണ് കേട്ടോ ഞാൻ റെഡിയാവും. അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ കൊളായി പോകും. പിന്നെ അങ്ങനെയൊന്നും അവൾ ഇരിക്കില്ല. എന്തെങ്കിലുമൊക്കെ കഥകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ഓടിയൊക്കെ പോകാറുണ്ട്. അങ്ങനെ നിച്ചുവിനെ സെറ്റാക്കി ഞാൻ ഒരുക്കി നിർത്തി. അത് കഴിഞ്ഞ് നിച്ചുവിൻ്റെ കുറച്ച് സിംഗിൾ ഷോട്ട്സ് അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നും അവിടെ നിന്നും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം ഞാനും പതുക്കെ റെഡിയായി. ഹെയർ വാഷ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വന്നു. പിന്നെ നമ്മുടെ ഓണം ഔട്ട്ഫിറ്റ് ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവിടെ കൊടുത്തു വിട്ടതാണ്. ടി വിയിൽ പാട്ടൊക്കെ വെച്ച് നിറ്റിയുടെ ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ഓണസദ്യ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിൻഡോസ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്.
നിച്ചുവിന് പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ. ആദ്യത്തെ കയറി അവൾ ആദ്യമേ പിടിക്കുകയായതുകൊണ്ടാണ് പപ്പടം ലാസ്റ്റ് കൊണ്ടുവന്നത്. 2 പപ്പടേ തരുമോ ടിൻഡസ് ഓൾറെഡി അവളോട് പറഞ്ഞിട്ടുണ്ട്. അവളിനി ചോറൊന്നും കഴിക്കില്ല, ആകെ പപ്പടം മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പപ്പടം കൊടുക്കുന്നത്. പക്ഷേ അവൾ വാക്കൊന്നും പാലിക്കത്തില്ല. കണ്ടില്ലേ, പപ്പടം മാത്രം കഴിക്കുന്നത്. നിച്ചുവിന് ഞാൻ വാരിക്കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സാധാരണ ചിക്കനും മീനൊക്കെ കൂട്ടിയാണ് അവൾ ചോറ് കഴിക്കാറുള്ളത്. ഇത് ഫുള്ള് വെജായത് കാരണം അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല. അതിൽ പപ്പടം മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല ഉറക്കം വന്ന് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് ഇത് ചായ വെക്കുന്ന ടൈമായപ്പോഴാണേ ഞാൻ പിന്നെ കടുപ്പത്തിലൊരു ചായയൊക്കെ ഇട്ടു. എന്നിട്ട് കുറച്ച് വാഴയില ബാക്കി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സദ്യയുടെ. അപ്പോൾ അത് വെച്ചൊരു ഇലയുടെയൊക്കെ ഉണ്ടാക്കി. സാധാരണ നോർമൽ ഇലയുടെ പോലെയല്ല ഇത്, ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയതാണേ. അങ്ങനെ ചായയൊക്കെ ആയിട്ട് ദേ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. അധികം ചൂടില്ല. ഉച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂട് നമുക്ക് തോന്നുക ഇവിടെ ബാൽക്കണി നിൽക്കുമ്പം. ഇപ്പം അത്രയ്ക്കൊന്നും ഇല്ല. അപ്പം ഈ വർഷത്തെ തിരുവോണം കഴിഞ്ഞു. ഇനി പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.